ജീവിതം തീരെ അനാശ്രിതമായ അവസ്ഥയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അലഞ്ഞു നടന്നിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ സമൂഹം. ഇവരുടെ സ്വഭാവ ഗുണം അറിയുന്നതുകൊണ്ടാവണം ഒരു രാജ്യവും ഇവർക്ക് അഭയം നൽകിയില്ല. എന്നാൽ 1940 അഭയം പ്രാപിച്ച് അക്സയുടെ നാട്ടിലെത്തിയ ഇവർക്ക് മനുഷ്യത്വവും മമതയും പഠിച്ച ഫലസ്തീൻ എന്ന കുഞ്ഞു രാജ്യം അഭയം നൽകി. അവർക്കു വേണ്ട ഭക്ഷണവും വസ്ത്രവും ഭൂമിയും ആവശ്യമായ മറ്റു സേവനങ്ങളും നൽകി. ഫലസ്തീനികളുടെ ഭക്ഷണം കഴിച്ചു വളർന്ന ഇസ്രായേൽ എന്ന ജൂത സന്തതികൾ പിന്നീട് അവരുടെ ഭൂമിയും വീടും കൈക്കലാക്കി. എല്ലാം നൽകി സഹായിച്ച ഫലസ്തീനികളുടെ അഭിമാനവും ആത്മാവും വിശ്വാസവും തകർത്ത ഇവർ ഇന്ന് അവരുടെ രക്തം കുടിച്ച് ആർമാദിക്കുന്നു. നിലനിൽപ്പിനു വേണ്ടി പിറന്ന മണ്ണ് തിരിച്ചെടുക്കാൻ നിരായുധരായി സമരം ചെയ്യുന്ന ഫലസ്തീനികളെ അവർ തീവ്രവാദികൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. സയനിസത്തിന്റെ വാലാട്ടികളായ ലോകമാധ്യമങ്ങൾ അതേറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ദയനീയ അവസ്ഥ. ചരിത്രബോധമുള്ളവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. തീർച്ചയായും അക്സ മോചിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും.